സല്യൂട്ട് സോദരരെ. പത്തനംതിട്ട ജില്ലയിലെ പന്തളം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നടന്ന ഒരു കുട്ടിയുടെ മരണം കുറച്ചൊന്നുമല്ല എന്നെ വലച്ചിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച വിവരമനുസരിച്ച് 14-15 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിന്റെ കിണറിൽ മുങ്ങി മരിച്ച് കിടക്കുന്നു. പോലീസ് അവിടെ എത്തി, ഫയർഫോഴ്സ് എത്തി, കുട്ടിയുടെ ശരീരം പുറത്തെടുത്തു. പരിശോധനയിൽ അങ്ങനെ ഒന്നും കണ്ടില്ല. ഒരു മുങ്ങി മരണം പോലെ തോന്നി. ശരീരത്തിൽ പരിക്കുകളൊന്നുമില്ല. പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മൃതശരീരം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. അന്ന് നടന്നില്ല, വൈകുന്നേരം ആയതുകൊണ്ട്. പിറ്റേ ദിവസം കാലത്ത് നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി തെളിഞ്ഞു കുട്ടിയുടെ മരണം എന്ന് പറയുന്നത് ഡ്രൗണിങ് ഡെത്ത് ആണ് എന്ന്. അതായത് മുങ്ങി മരണം, കിണറ്റിലെ വെള്ളത്തിൽ നിന്ന് മുങ്ങി മരിച്ചതാണ് എന്ന് വ്യക്തമായിട്ട് തെളിഞ്ഞു. സാധാരണയായി ഒരു സ്ഥലത്ത് അപകട മരണമോ ആത്മഹത്യയോ നടന്നു കഴിഞ്ഞാൽ SP അവിടെ നേരിട്ട് ചെല്ലാറില്ല. DYSPയുടെ നേതൃത്വത്തിലുള്ള നടപടികളൊക്കെ നടത്തി കഴിഞ്ഞ ശേഷം ബോഡി വിട്ടുകൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് സംശയകരമായിട്ടൊന്നും ഇല്ല എന്നുള്ള വിവരം ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ സ്ഥലത്ത് അന്നേരം പോയിരുന്നില്ല. ഇനിയിപ്പോൾ പോലീസിന് ആകെ മുമ്പിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് മരണപ്പെട്ടത് എന്നത് കണ്ടുപിടിക്കണം. എന്താണ്, അപകടമാണോ ആത്മഹത്യയാണോ എന്ന് കണ്ടുപിടിക്കണം. സാധാരണ കേസുകൾ ഇതുപോലെയുള്ളത് നമ്മൾ ഇടുന്നത് ഒരു IPC സെക്ഷൻ വെച്ചിട്ടല്ല, അസ്വാഭാവിക മരണം എന്ന തലക്കെട്ടോടു കൂടിയാണ്. അൺനാച്ചുറൽ ഡെത്ത് എന്നാണ് അതിനെ സാധാരണ പറയാറുള്ളത്. അപ്പോൾ അൺനാച്ചുറൽ ഡെത്ത് എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ കേസിന്റെ FIR ഇട്ടതും അന്വേഷണം ആരംഭിച്ചതും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഈ പെൺകുട്ടി ആ ദിവസം വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങിയോ അല്ലെങ്കിൽ പിരിഞ്ഞോ അങ്ങാണ്ട് വേറെ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. ഒരു വീട്ടിനകത്ത് ഈ കുട്ടിയും കുട്ടിയുടെ അമ്മയും അതിൻ്റെ ഇളയ അനിയനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവധി ദിവസമായിരുന്നു എന്നാണ് തോന്നുന്നത്. പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഈ കുട്ടി അവധി കാലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ അനിയന് സുഖമില്ലാത്തത് കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏതോ ഡോക്ടറെ കാണിക്കാനായിട്ട് രാവിലെ പോയി. തിരിച്ച് വൈകിട്ട് ഒരു 4 മണിയോടുകൂടി അമ്മ വരുമ്പോൾ കുട്ടിയെ കാണാത്തത് കൊണ്ട് എല്ലായിടവും പഴുതി നോക്കി, പലരോടും ചോദിച്ചു. അവസാനം കിണറ്റിന്റെ കരയിലുള്ള സ്ഥലത്ത് കുട്ടി അണിഞ്ഞിരുന്ന മുത്തുമാല പൊട്ടിച്ചിതറി കിടക്കുന്നത്, അതിന്റെ മുത്തൊക്കെ തെറിച്ച് കിടക്കുന്നത് കണ്ടതുകൊണ്ട് സംശയം തോന്നി അവർ കിണറ്റിനുള്ളിലേക്ക് നോക്കിയപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം അവിടെ കിടക്കുന്നത് കണ്ട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ആദ്യമൊന്നും ഒരു സംശയം ഉണ്ടാവാതിരുന്ന ഈ ഒരു കേസ് പെട്ടെന്ന് 1-2 ദിവസത്തിനകം പല കഥകളായിട്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. അതിലും പ്രധാനമായിട്ടുള്ള കഥ എന്താണെന്ന് വെച്ചാൽ ഇത് സൂയിസൈഡ് അല്ല, ഇതൊരു കൊലപാതകമാണ്. ഇതിന്റെ പുറകില് ഈ കുട്ടിയുമായി സൗഹൃദമുള്ള ഒരു പയ്യനായിരുന്നു എന്നാണ് ആദ്യം കേട്ട കഥ. അപ്പൊ അങ്ങനെ കഥ വന്നപ്പോ തന്നെ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു. ഒരു പരാതിയായി പിന്നെ 2-3 പേര് പറയുകയൊക്കെ ചെയ്തു. പെൺകുട്ടിയുടെ അമ്മയാണ് കാര്യമായിട്ട് ഇതിന് പരാതി പറഞ്ഞുകൊണ്ടിരുന്ന. മോൾക്ക് സൂയിസൈഡ് ചെയ്യാനായിട്ട് യാതൊരു കാര്യവും ഇല്ല, ഇത് കൊലപാതകം തന്നെ ആയിരിക്കണം. അവൾ വളരെ സന്തുഷ്ടയായിരുന്നു ഞാൻ രാവിലെ പോകുമ്പോൾ. കിണറ്റിൽ അങ്ങനെ വീണ് അപകടം സംഭവിക്കേണ്ട കാര്യമില്ല, കാരണം ചോറും കറികളും ടാപ്പിലും ഒക്കെ വെള്ളമുണ്ട്. കിണറ്റിൻ കരയിലേക്ക് അവൾക്ക് പോവേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അപകട മരണമല്ല, കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്ന രീതിയില്ല, അപകടമല്ല, കൂടാതെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് കൊലപാതകം തന്നെ എന്ന് അമ്മ ഉറപ്പിച്ചത്. പക്ഷെ എന്താണ് കൊലപാതകം തന്നെ, ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ വെളിപ്പെടുത്തിയത് ഒരു ആൺകുട്ടിയുമായിട്ട് ഈ പെൺകുട്ടിക്ക് വളരെ നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു. സ്കൂളിൽ തന്നെ കൂടെ പഠിക്കുന്ന ആൺകുട്ടിയാണ്, 1 വയസ്സോ മറ്റോ മൂപ്പേ ഉള്ളൂ. അപ്പോൾ ആ പയ്യൻ ചിലപ്പോൾ വീട്ടിൽ ആ സമയം വന്നിട്ടുണ്ടാവാം. അവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നത്തിൽ ചിലപ്പോൾ കുട്ടി സമ്മതിക്കാത്തത് കൊണ്ട് പയ്യൻ ബലമായിട്ട് കുട്ടിയെ പിടിച്ച് കിണറ്റിലിട്ടതായിരിക്കാം എന്നൊക്കെയുള്ള ഒരു കഥ വരികയും ഒരു പരാതിയുടെ രൂപത്തിൽ അത് പിന്നീട് വരികയൊക്കെ ചെയ്തപ്പോൾ ഞാൻ അന്വേഷിക്കാനായിട്ട് സ്ഥലത്ത് ചെന്നു. ഞാൻ വിശദമായി പരിശോധിച്ചതിൽ എൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത്, ഈ കുട്ടിക്ക് ശരീരത്തിൽ യാതൊരു വിധത്തിലുള്ള മുറിവുകളോ പോറലുകളോ പോലും ഇല്ല. നേരിട്ടിങ്ങനെ വീണതുപോലെയുള്ള കിണറ്റിലേക്ക് ചാടി, ഇപ്പോൾ നമ്മളിങ്ങനെ നിന്നുകൊണ്ട് തല കുത്തി ചാടുമ്പോൾ വീഴുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിലാണ്. ശരീരത്തിൽ ഒരു പാടുപോലും ഇല്ല. അതിൻ്റെ വസ്ത്രങ്ങളെല്ലാം യഥാസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരു വസ്ത്രവും മാറിയ രീതിയിലോ ഒന്നും കണ്ടിരുന്നില്ല. പിന്നെ നമ്മൾ ചെയ്യാറുള്ളത് അകത്തിൻ്റെ ഇടയിലുള്ളതും ഒക്കെയുള്ള സെല്ലുകൾ എടുത്ത് പരിശോധിക്കും. അതിനകത്ത് ആരെങ്കിലും കുട്ടി മാന്തിയിട്ടുണ്ടോ, പറിച്ചിട്ടുണ്ടോ, അതിൻ്റെ ഇടയിൽ വേറെ ഏതെങ്കിലും വ്യക്തിയുടെ DNA സാമ്പിൾസ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പരിശോധിക്കും. അതിനകത്ത് ഒന്നും കണ്ടില്ല. കൂടാതെ ആരെങ്കിലും തള്ളിയിടുവാണെങ്കിൽ എന്തെങ്കിലും ഫോഴ്സ് കാണണമല്ലോ, കഴുത്തിലോ മൂക്കിലോ പുറകിലോ എന്തെങ്കിലും ഒരു കുട്ടി റെസിസ്റ്റ് ചെയ്യുമല്ലോ. അങ്ങനെയുള്ള ഒരു ലക്ഷണവും കണ്ടില്ല.
അപ്പോൾ ഇത് കൊലപാതകം എന്ന് പറയുന്നതിന് കുറച്ചും കൂടെ തെളിവ് വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ ചോദിച്ചു. ചുറ്റുവട്ടത്തും വീടുകളുണ്ട്, അവരാരെങ്കിലും എന്തെങ്കിലും ശബ്ദം കേട്ടോ, ഈ കുട്ടി കരയുന്നത് കേട്ടോ, എന്തെങ്കിലും ബഹളം ഈ വീട്ടിൽ നിന്ന് കേട്ടോ എന്നപ്പോൾ ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ കേൾക്കാത്തതിൻ്റെ കാരണമായിട്ട് പറയുന്നത് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു അമ്പലത്തിലൊരു ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ഉറക്കെ അതിൻ്റെ പാട്ട് ലൗഡ് സ്പീക്കറിൽ കൂടെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പാട്ടിൻ്റെ ശബ്ദത്തിൽ ഈ കുട്ടി അലറി വിളിച്ച് കരഞ്ഞാലും തൊട്ടടുത്ത വീട്ടുകാരാണെങ്കിൽ പോലും കേൾക്കില്ല എന്നുള്ളൊരു വാദം അവർ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ശരിയാണ്, തൊട്ടടുത്ത ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. ഈ പയ്യനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ പയ്യൻ ആദ്യമൊക്കെ നിഷേധിച്ചു, ഇല്ല ഞാൻ അവിടെ പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് ശകലം എന്തുകൊണ്ടാണ് ഈ അമ്മ ഇങ്ങനെ പറയുന്നത്, കുട്ടിക്കും പയ്യനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് പ്രഷറൊക്കെ ഉപയോഗിച്ച് പയ്യനെ ഒരുപാട് കഷ്ടപ്പെടുത്തി ചോദ്യം ചെയ്തപ്പോൾ പയ്യൻ പറഞ്ഞു, ശരിയാണ് ഞാൻ അവിടെ പോയിരുന്നു, പക്ഷേ ആ കുട്ടി എന്നെ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങളെ വഴി വെച്ച് കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, ഇന്ന ദിവസം അമ്മ അനിയനെയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകും, അപ്പോൾ അന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം സംസാരിച്ചിരിക്കാം എന്നുള്ള മട്ടിൽ ഈ കുട്ടി പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ അന്ന് പോയിരുന്നു. പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല പോയത്, ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളുമായിട്ടാണ് പോയത് എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് അപ്പോൾ ഇവൻ ഒറ്റയ്ക്കല്ല അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഞാനൊന്നും ചെയ്തില്ല, ഞങ്ങൾ പോയി കണ്ടു തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. അതിനുശേഷം എന്താ സംഭവിച്ചത് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ള മട്ടി പറഞ്ഞു. പക്ഷെ അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഈ സുഹൃത്തുക്കളുടെ 2 പേരെയും കൂടെ, ഈ പയ്യൻ പറഞ്ഞ 2 സുഹൃത്തുക്കളെയും കൂടെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. ആ കുട്ടികളെയും ഞങ്ങൾ ഇതുപോലെ വിശദമായിട്ട് ചോദ്യം ചെയ്തു. ഇടയ്ക്കൊന്ന് 2 അടിയൊക്കെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഈ പയ്യന്മാർ 3 പേരും പറഞ്ഞത് ഞങ്ങൾ പോയി, കാരണം ഈ കുട്ടിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായതുകൊണ്ട്. അതേ പ്രായമാണല്ലോ, 16-17 വയസ്സുള്ള പയ്യന്മാരാണ് എല്ലാവരും കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പയ്യന് ഒറ്റയ്ക്ക് താമസിക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് പോകാൻ ഒരു പേടിയുള്ളത് കൊണ്ട് സുഹൃത്തുക്കളെയും കൂടെ വിളിച്ച് നമുക്ക് 3 പേർക്കും കൂടെ പോയി നമുക്ക് 4 പേർക്കും കൂടെ സംസാരിച്ചിരിക്കാം, കാര്യം എന്താണെന്ന് നോക്കാം, എന്തിനാണ് വിളിപ്പിച്ചതെന്ന് അറിയാം എന്ന് പറഞ്ഞ് അവരങ്ങനെ പോയതാണ്. അങ്ങനെ പോയി ആ വീട്ടിൽ ചെന്ന് ആ കുട്ടിയുമായിട്ട് സംസാരിച്ചിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ കുട്ടി പറഞ്ഞു കുട്ടിക്ക് ഭയങ്കരമായിട്ട് പ്രണയമുണ്ട്, അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ചെയ്യണം. ഇതിന് ഇഷ്ടപ്പെട്ടില്ല, അത് സുഹൃത്തുക്കളുമായി വന്നത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അതിനെ ചൊല്ലി ഒരു ചെറിയ വഴക്ക് നടന്നു. അതിനുശേഷം കല്യാണം കഴിക്കണം, ഇഷ്ടമാണ്, എനിക്ക് എപ്പോൾ എന്തെങ്കിലും ഒരു ഉറപ്പ് കിട്ടണം എന്നുള്ള മട്ടിൽ കുട്ടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് ഇപ്പോഴേ കുട്ടികളല്ലേ, നമ്മളിപ്പോൾ എന്തിനാണ് ചെയ്യുന്നത്, നമുക്ക് ഇതുപോലെ സൗഹൃദം തുടർന്നാൽ പോരെ എന്നൊക്കെയുള്ള മട്ടിലേക്ക് സംഭാഷണം വരികയും മറ്റ് 2 ആൺകുട്ടികൾ ഈ പ്രായത്തിലേ തുടങ്ങിയോ പ്രണയമൊക്കെ എന്നുള്ള മട്ടിൽ കളിയാക്കുകയും തുടങ്ങിയപ്പോൾ ഈ കുട്ടി വിഷമിച്ചിട്ട് പുറത്തോട്ടിറങ്ങി ഓടി. എന്നിട്ട് പറഞ്ഞു, ഒരു ഉറപ്പ് തന്നില്ലെങ്കിൽ ഞാൻ കിണറ്റിൽ ചാടും എന്നോ മറ്റോ പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടെ കയറി പിടിക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ മാല പൊട്ടിയതാണ്. അപ്പോൾ അതിന് ശേഷം അത് കിണറ്റിലോട്ട് വീണപ്പോൾ ഇവർക്ക് പേടിച്ചു പോയി. ഇവർ പേടിച്ചിട്ട് ഇവരെല്ലാവരും അവിടെ നിന്ന് പോയി. അപ്പോൾ ഇതാണ് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ഞങ്ങൾക്ക് കിട്ടിയ കഥ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, ഇത് സൂയിസൈഡ് ആയിട്ട് മാറ്റിയാൽ മാത്രമേ നമുക്കതിനെ കുട്ടികളെ ശിക്ഷിക്കാൻ പറ്റൂ. അപകടമായിട്ട് കുട്ടി വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആർക്കും ശിക്ഷ കിട്ടില്ല. അതുമല്ല ഇവർ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളവർ എഴുതാനേ പാടില്ല. എന്തായാലും പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് അമ്മ അതിനെതിരെ പ്രതിഷേധം പറയും, കുട്ടി മരിച്ചു പോയതല്ലേ. അതുകൊണ്ട് നമുക്ക് അബറ്റ്മെൻറ്റ് ടു സൂയിസൈഡ്, അതായത് സൂയിസൈഡിനുള്ള പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് നമുക്കിവരെ അറസ്റ്റ് ചെയ്യാം. അത് വളരെ സീരിയസ് ഒഫൻസ് ആണ്. അതായത് കൊലപാതകം പോലെ തന്നെ കുറച്ച് താഴെ നിൽക്കുന്ന ഒരു കൊലപാതക ശ്രമം ഒക്കെ പോലെ നിൽക്കുന്ന 306 IPC എന്നാണ് എന്നെ പറയുന്നത്. 306 IPCയുടെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 10 വർഷം കഠിന തടവും പിഴയുമാണ്. അത് ബെയിൽ കൊടുക്കണ്ട, നമ്മൾ അവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ അവനെ പോലീസ് സ്റ്റേഷനിൽ നിർത്താം, ജയിലിലിടാം, 14 ദിവസം കസ്റ്റഡിയിൽ എടുക്കാം. അത് തെളിവുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ശിക്ഷിച്ച് പോകും. അങ്ങനെയുള്ള ഒരു കേസാണ്. അപ്പോൾ അത് പ്രകാരം ഈ 3 കുട്ടികൾക്കും എതിരെ നമുക്ക് കേസെടുത്ത് 306 ആയിട്ട് കൺവേർട്ട് ചെയ്ത് അറസ്റ്റ് ചെയ്യാമെന്നുള്ള ധാരണയിൽ അമ്മയോട് പറയാൻ ചെന്നപ്പോൾ എൻ്റെ വായിൽ നിന്ന് ഒരു കാര്യം പുറത്തേക്ക് വീണു. കാരണം അമ്മയ്ക്ക് അത് പോരായിരുന്നു. അമ്മ പറഞ്ഞത്, ഈ പെണ്ണിനോട് പ്രണയമുണ്ട്, നിങ്ങൾ പറയുന്ന കഥ ശരിയല്ല, കുട്ടിയുടെ അടുത്ത് പ്രണയിച്ച് കുട്ടിയുമായിട്ട് ലൈംഗിക വേഴ്ചയ്ക്ക് ബലം പ്രയോഗിച്ച് വന്ന പയ്യനാണ്, അപ്പോൾ അതുകൊണ്ട് കൊലപാതകം തന്നെയാണ് എന്നുള്ള മട്ടിൽ അമ്മ ഉറച്ചു നിന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് പോയത്? എന്തായാലും അവധി, വീട് പൂട്ടി കുട്ടിയെയും കൊണ്ട് ഈ പെൺകുട്ടിയുമായിട്ട് തന്നെ കോട്ടയത്തേക്ക് പോയിരുന്നെങ്കിൽ, നിങ്ങൾ 3 പേരും കൂടെ പോയിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും ഈ പ്രായത്തിലുള്ള കുട്ടിയെ ഒറ്റയ്ക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിർത്തിയിട്ട് പോയത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അടുത്ത വീട്ടുകാരോട് ഇതൊന്ന് ശ്രദ്ധിച്ചോണം, ഒരു കണ്ണ് വേണേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ വീട്ടിലോ അടുത്ത വീട്ടിലോ നിർത്തിയിട്ട് പൊക്കൂടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചത് അവർക്ക് ദേഷ്യം ജനിപ്പിക്കുകയായിരുന്നു. അവരെ അത് പ്രകോപിപ്പിച്ചു.
അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് എൻ്റെ മോളാണ്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും, കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കേണ്ട ഞാനാണുള്ള മട്ടിൽ അവർ സംസാരിച്ചു. ഈ കേസ് ശരിക്കും കൊലപാതക കേസാക്കി മാറ്റേണ്ട യാതൊരു കാര്യവും ഇല്ല. എന്നാലും ഇത് കൊലപാതകം തന്നെയാണ്, അങ്ങനെ തന്നെ എടുക്കണമെന്ന് പറഞ്ഞ് വനിതാ സംഘടനകൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പരാതിയുമായിട്ട് വന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ ചെവിക്കൊണ്ടില്ല. ഞാൻ പറഞ്ഞു അതല്ല, കൊലപാതകത്തിന് തെളിവില്ലാതെ എനിക്ക് കൊലപാതകമാക്കാൻ പറ്റില്ല. കുട്ടികൾ മൈനറാണ്, ഈ പ്രതികളും മൈനറാണ്. അപ്പോൾ മൈനറായിട്ടുള്ള കുട്ടികളെ കൊലപാതക കുറ്റത്തിന് പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നീട് കോടതിയിൽ കേസ് വരുമ്പോൾ ചോദിക്കും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്താണ് ഈ കുട്ടികളോട് നിങ്ങൾക്ക് ദേഷ്യം എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. ഇത് ആത്മഹത്യാ പ്രേരണയാകുമ്പോൾ കുറച്ചുകൂടെ കേസിന് നല്ലതാണ് എന്നൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടും അവരാരും അത് സമ്മതിച്ചില്ല. ഒരുപാട് സ്ത്രീകൾ, അതായത് ഒട്ടനേകം വനിതാ സംഘടനകൾ ഉണ്ടായിരുന്നു അന്ന്. ആ സംഘടനകളിലുള്ള എല്ലാ സ്ത്രീകളും പല സ്ഥലത്തു നിന്നും സംഘടനാ പ്രവർത്തകരുമായിട്ട് വന്നു. എന്നിട്ട് എനിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ തുടങ്ങി. അതിനകത്ത് അന്വേഷിയുടെ അജിതായും പിന്നെ സ്ത്രീ വേദിയോ സ്ത്രീ സമത്വ വേദി എന്നൊക്കെ പറയുന്ന കുറേ സംഘടനകളുണ്ടല്ലോ. അവരുടെ എല്ലാവരുടെയും കുറേ സ്ത്രീകൾ എനിക്ക് പരിചയമുള്ള, ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് അവർ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള സ്ത്രീകളും മഹിളാ രത്നങ്ങളും എല്ലാവരും വന്ന് എൻ്റെ ഓഫീസിൻ്റെ മുന്നിലിരുന്ന് എന്നെക്കുറിച്ച് ഭയങ്കര മോശമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും പോസ്റ്റേഴ്സും പ്ലക്കാർഡും ഒക്കെ എഴുതി അവർ എനിക്ക് നേരെ ചാണക വെള്ളം തളിക്കണം, ചൂല് വെച്ച് അടിക്കണം, സ്ത്രീ വിരുദ്ധ SP-യെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റുക, കൊലപാതക കേസ് അന്വേഷിക്കാൻ കഴിവില്ലാത്ത SP-യെ ഞങ്ങൾക്ക് ആവശ്യമില്ല, കേരളത്തിന് ഇവരെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് എനിക്കെതിരെ അങ്ങ് ഭയങ്കര അപവാദമായിട്ട് അന്ന് പത്രമാധ്യമങ്ങളൊക്കെ അതിന് നല്ല കവറേജ് കൊടുത്തു. കാരണം വിവാദമല്ലേ, അപ്പോൾ അവർക്ക് സന്തോഷമാണല്ലോ ഇതൊക്കെ കാണാൻ. നാട്ടുകാരും അങ്ങനെ എല്ലാവരും ഇങ്ങനെ വിളിച്ചിങ്ങനെ ഭയങ്കര പ്രഷർ. അപ്പം എൻ്റെ സീനിയർ ഉദ്യോഗസ്ഥരോടും സർക്കാരിനോടും ഞാൻ വിശദീകരണം കൊടുക്കുന്നുണ്ട്, എന്തിൻ്റെ ബേസിസിന് ഞാനിത് കേസാക്കും എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കുന്നുണ്ട്. അവരെൻ്റെ കൂടെ ഉറച്ചു നിന്നു. DGP-യും എൻ്റെ IG-യും എല്ലാവരും എൻ്റെ കൂടെ ഉറച്ച് ശ്രീലേഖ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അങ്ങനെ തന്നെ പോയാൽ മതി, നല്ല സെക്ഷൻ ഇട്ടാണല്ലോ കേസ് എടുത്തേക്കുന്നത്. പയ്യന്മാരെപ്പോഴേക്കും അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ ജയിലിൽ ആക്കുകയും ചെയ്തു. അവർ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടക്കുകയാണ്. ഈ കേസ് പിന്നീട് ട്രയലിൽ വന്ന ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം അവരെ വെറുതെ വിട്ടു കോടതി, തെളിവില്ല എന്ന് പറഞ്ഞത്. ആത്മഹത്യയായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ, ഇവർ ആത്മഹത്യ പ്രേരണ എങ്ങനെ ചെയ്തു, ഏത് കാരണത്തിൽ ചെയ്തു എന്നുള്ളത് തെളിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് 3 പ്രതികളെയും വെറുതെ വിടുകയായിരുന്നു. എന്നാൽ അതേ തുടർന്ന് നടന്ന ഒരു സംഭവമാണ് ഏറ്റവും കൂടുതൽ എന്നെ ആശങ്കപ്പെടുത്തിയത്. ഒരു ദിവസം ഓഫീസിൽ ഞാൻ ജില്ലാ കളക്ടറുമായിട്ട് ഏതൊരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കളക്ടർ പറഞ്ഞു, ശ്രീലേഖ ഒന്ന് ഫോൺ ഡിസ്കണക്ട് ചെയ്തിട്ട് ഞാൻ വിളിക്കാം, എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്, അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയെന്ന് ഞാൻ വെച്ചു. അപ്പോൾ പോലീസുകാരൻ എന്നോട് പറഞ്ഞു മാഡത്തെ കാണാനായിട്ട് ഒരു അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട്, വനിതയാണ്, കുറേ പേരുണ്ട്, അപ്പോൾ അവർക്കൊന്ന് മാഡത്തിനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഈ ലേഡി എനിക്കറിയാം, നേരത്തെയും വന്നിട്ടുള്ളതാണ്, ആ പന്തളത്തെ കുട്ടി മരിച്ച കേസിനെ കുറിച്ച് സംസാരിക്കാൻ വന്നിട്ടുള്ളതാണ്, അവർ മാത്രം വരാൻ പറയൂ, എല്ലാവരും കൂടെ കയറി വരണ്ട, ഞാനൊരു അത്യാവശ്യ ഡിസ്കഷനിൽ ഇരിക്കുകയാണ്, അതുകൊണ്ട് അവർ മാത്രം കയറി വെയിറ്റ് ചെയ്യിക്കേണ്ട, അഡ്വക്കേറ്റ് അല്ലേ വെയിറ്റ് ചെയ്യിക്കേണ്ടെന്ന് വെച്ച് ഞാൻ അവരെ കയറാൻ പറഞ്ഞു. ഇവർ കയറി വന്നു, എൻ്റെ മുന്നിൽ ഇരുന്നു. എന്നിട്ട് ഇവർ പറയുന്നത് മുഴുവൻ ഈ കേസിനെ കുറിച്ചാണ്. വീണ്ടും പറയുകയാണ്, ഇത്രയും പ്രക്ഷോഭം എനിക്കെതിരെ നടന്നിട്ടും അവർ പറയുകയാണ് അല്ല, ഈ കേസ് മർഡർ തന്നെയാണ്, എൻ്റെ കയ്യിൽ തെളിവുണ്ട്, ഇതിനകത്ത് 306 അല്ല നിൽക്കുന്നത്, 302 IPC തന്നെയാണ് നിൽക്കുന്നത്, ഈ കുട്ടിയെ കൊലപാതകം ചെയ്തതാണ്, അത് ആത്മഹത്യ ചെയ്യില്ല, ഇത് അപകട മരണമല്ല, ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാല പൊട്ടിച്ചു എന്നുള്ളത് തന്നെയാണ്, ഇവരെല്ലാവരും കൂടെ നേരെ എടുത്ത് 3 പയ്യന്മാരുണ്ടായിരുന്നത് കൂടെ ഇവരെ കുട്ടിയെ എടുത്ത് ഇങ്ങനെ കിണറിലേക്ക് ഇട്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതിനിടെ കൂടെ കളക്ടർ എന്നെ തിരിച്ചു വിളിച്ചു, അദ്ദേഹം ഫ്രീ ആയപ്പോൾ. കളക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ പെട്ടെന്ന് എന്തുകൊണ്ടോ അവർക്ക് ദേഷ്യമായിട്ട് അവർ ചാടി എണീറ്റ് എൻ്റെ കൈ കയറി ഒറ്റപ്പിടി. ഞാനിങ്ങനെ ഫോൺ പിടിച്ചിരിക്കുകയാണ്, അവൻ്റെ കൈ കയറി ഒരു പിടി പിടിച്ചിട്ട് പറഞ്ഞു, ആരോടും നിങ്ങൾ സംസാരിക്കേണ്ട, എൻ്റെ അടുത്ത് സംസാരിച്ച് എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് തൃപ്തികരമായിട്ടൊരു ഉത്തരം തന്നിട്ട് നിങ്ങൾ മറ്റാരോടെങ്കിലും സംസാരിച്ചാൽ മതി എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്കെന്തോ പെട്ടെന്ന്, ഞാൻ യൂണിഫോം ഇട്ടുകൊണ്ട് ഓഫീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ കളക്ടറുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്തുന്നു, അവരെ വെയിറ്റ് ചെയ്യിക്കേണ്ടെന്ന് വിചാരിച്ച് വിളിച്ച് അകത്തിരുത്തി. എനിക്ക് പെട്ടെന്ന് എന്തോ ടപ്പെന്ന് പൊട്ടി. അപ്പോൾ ഞാൻ ചാടി എണീറ്റപ്പോഴും അവർ പിടിവിടുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇടത്തെ കയ്യിലാണ് ഫോൺ വിളിച്ചിരിക്കുന്നത്, എൻ്റെ വലത്തെ കൈയിട്ട് ഞാൻ ഒരൊറ്റ അടി വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കുക, മിണ്ടാതെ അവിടെ ഇരിക്കുക, ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ കണ്ടുകൂടെ എന്ന് ചോദിച്ചു. പെട്ടെന്ന് അവരുടെ മുഖമൊക്കെ മാറി. എന്നിട്ട് അവർ എണീറ്റ് പോകാൻ തുടങ്ങി. അപ്പം ഞാൻ ബെല്ലടിച്ച് പോലീസുകാരെ വിളിച്ചിട്ട് പറഞ്ഞു ഇവരെ വിടരുത്, ഇവരെ പിടിച്ച് നിങ്ങളുടെ അവിടെ ഇരുത്തുക, എൻ്റെ ഔദ്യോഗിക. അപ്പോൾ അവർ ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്തു. അതിനിടെ കൂടെ എൻ്റെ കൈ കയറി പിടിച്ച മറ്റേ കൈ വെച്ച് അവർ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും ചെയ്ത സ്ഥിതിക്ക് അവരെ വെറുതെ വിടുന്നത് ശരിയല്ല,
ഞാൻ ഇവർക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, എൻ്റെ കൈക്കറി പിടിക്കാൻ അവർക്ക് ആരെ അവകാശം കൊടുത്തത്, ഞാൻ അതിനൊരു കേസ് എടുക്കാൻ പോവുകയാണ്, FIR ഇടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ അവരെ പിടിച്ച് ഓഫീസിൽ ഇരുത്തിയ ശേഷം പത്തനംതിട്ട പോലീസിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ SHOയെയും CAയെയും വിളിച്ചു വരുത്തി എൻ്റെ മൊഴി ഞാൻ തന്നെ മൊഴി കൊടുത്ത് ഇവർക്കെതിരെ ഒരു FIR ഇടിക്കുകയായിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്താൻ പറഞ്ഞു. എൻ്റെ ഒരുപാട് സമയം അത് കാരണം മെനക്കെട്ടു. പിന്നെ ഞാൻ കളക്ടറെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഇടയിൽ കൂടെ ഡിസ്കണക്ട് ആയത്, ഇങ്ങനെ ഇതിലെ കൂടെ ഒരു സ്ത്രീ വന്നിട്ട് എൻ്റെ കൈ കയറി പിടിക്കുകയും ഫോൺ ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്തത് കൊണ്ടാണ്. കളക്ടർക്കും ഞെട്ടല്, ഇങ്ങനെയൊക്കെ ചെയ്യുമോ ആരെങ്കിലും എന്ന്. കാരണം അത്രയ്ക്ക് ഒരു സ്ത്രീകളോടൊക്കെ അത്രയ്ക്ക് ദയോടുകൂടി മൃദുത്വമായിട്ടും പെരുമാറിയിരുന്ന എൻ്റെ മെക്കിട്ട് കയറാനായിട്ട് അവർക്ക് ധൈര്യം കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഏതെങ്കിലും സംഘടനയുടെ പ്രവർത്തകയാണോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും അതോടൊപ്പം പ്രശ്നങ്ങൾ കുറച്ചും കൂടെ വഷളായി. കാരണം എനിക്കെതിരെ വനിതകൾ മാത്രമല്ല ഇപ്പം തിരിഞ്ഞത്, എല്ലാ വക്കീലന്മാരും കൂടെ ചേർന്ന് ഒരു വലിയ സംഘടന ഉണ്ടാക്കിയിട്ട് ഭയങ്കര ബഹളമായി. പത്തനംതിട്ട ജില്ലയിൽ മൊത്തം ഇങ്ങനെ പ്രശ്നങ്ങളും, ഇവരെ ഞാൻ അനധികൃതമായിട്ടൊരു സ്ത്രീയെ അടിച്ചു, അവരെ കസ്റ്റഡിയിലെടുത്തു, അവർക്കെതിരെ കള്ളക്കേസ് എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച്, പോലീസ് സ്റ്റേഷൻ ഉപരോധമൊക്കെ. പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരുപാട് വക്കീലന്മാർ വന്ന് കുത്തിയിരുന്ന് സമരം നടത്തുകയാണ്. ആ കേസ് വിഡ്രോ ചെയ്ത ഈ സ്ത്രീയെ ഉടൻ തന്നെ ഇറക്കി വിടണം എന്നുള്ളത്. അപ്പം ഞാൻ എല്ലാ സീനിയർ ഓഫീസേഴ്സിനോടും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട്, സംഭവം ഇങ്ങനെ സംഭവിച്ചു, ഞാൻ ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്, ഇവരുടെ കൈക്കറി പിടിച്ചത് കൊണ്ടാണ് കളക്ടറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ കളക്ടറും പറഞ്ഞു ശരിയാണ്, ശ്രീലേഖ എന്നോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഡിസ്കണക്റ്റ് ആയി, പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞു എന്നുള്ളത് പറഞ്ഞപ്പോൾ തെളിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിടാൻ ഒരുക്കമല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ നിർഭാഗ്യവശാൽ ഈ ലേഡിയുടെ എന്നെ കൈക്കറി പിടിച്ച വനിതാ അഭിഭാഷകയുടെ അനന്തരവനാണോ അനിയനാണോ എന്ന് എനിക്കറിയില്ല, ഒരാളൊരു ദേശാഭിമാനി പത്രത്തിൻ്റെ ഒരു ലേഖകനായിരുന്നു. അപ്പോൾ എൻ്റെ വളരെ അടുത്ത ഫ്രണ്ട്സ്, ഞാൻ അവിടെ ചെന്നതിന് ശേഷം എല്ലാ പത്രമാധ്യമ പ്രവർത്തകരോടും വളരെ നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നത്. പക്ഷെ എന്തുകൊണ്ട് പത്രത്തിൽ കൂടെയും ഇത് വളരെ ഭയങ്കര ഒരു പ്രശ്നമായി മാറി. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ചെയ്ത തെറ്റാണെന്ന് കണ്ടുപിടിച്ച് എനിക്കെതിരെ നടപടി ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരുപാട് ഭീഷണികളെന്ന് ആ സമയം ഞാൻ സഹിച്ചു. അപ്പോൾ ഞാൻ പത്തനംതിട്ട സ്റ്റേഷനിൽ ഞാൻ പിന്നെ വൈകുന്നേരമായിട്ടും വക്കീലന്മാർ അവിടെ നിന്ന് പോകാത്തപ്പോൾ ഒരു പോലീസും വക്കീലും തമ്മിൽ ഒരു അടിപിടി ഉണ്ടാവുമോ, ഒരു ലാത്തി ചാർജ് ഉണ്ടാവുമോ എന്ന് വരെയുള്ള ഭയം എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. ഞാനവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു, എന്നെ അവർ സ്റ്റേഷനകത്തോട്ട് കയറ്റി വിടാൻ തയ്യാറായില്ല. അവസാനം ഞാൻ അകത്തിരുന്നു. കുറേ വക്കീലന്മാരുടെ നേതാക്കന്മാരെ ഞാൻ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഇവരെ വിടണം എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു അവൈലബിൾ ഒഫൻസ് ആണ്, പക്ഷേ എന്നാലും എന്നോട് ഇങ്ങനെ ഒരു ധാർഷ്ട്യം കാണിച്ച സ്ത്രീയെ ഞാൻ അങ്ങനെ വെറുതെ ബെയിൽ കൊടുത്ത് വിടുന്നില്ല, ഞാൻ കോടതിയുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും അവർ കേട്ടില്ല. അവസാനം എനിക്ക് മോളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായി അവരെ വിടണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് കേസ് FIR ക്യാൻസൽ ചെയ്യാൻ തയ്യാറാവാതെ ഞാൻ അവർക്ക് ബെയിൽ കൊടുത്ത് വിടുകയാണ് ഉണ്ടായത്. ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായി. എനിക്കതിരെ നിരന്തരമായിട്ട് ഇങ്ങനെ പത്രവാർത്തകൾ വന്നുകൊണ്ടിരുന്നു. രസം എന്താന്ന് വെച്ചാൽ ഈ സംഭവത്തിന് ശേഷം ഒരാഴ്ചക്കകം മുഖ്യമന്ത്രി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി അവിടെ വന്ന് ഗസ്റ്റ് ഹൗസിൽ ഇരിക്കുമ്പോൾ, സാധാരണ മുഖ്യമന്ത്രി വരുമ്പം SP-മാർ കാണാൻ പോകാറും കൂടെ പോകാറും ഉണ്ടല്ലോ. അപ്പോൾ ഗസ്റ്റ് ഹൗസിലിരിക്കുമ്പോൾ ഞാൻ പോയി അദ്ദേഹത്തെ കണ്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, സാർ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ കേട്ടു, അറിഞ്ഞു, നിങ്ങൾ അവരെ അടിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അടി കൊടുക്കേണ്ടി വന്നു സാർ, ഞാൻ അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞത്, നായനാർ സാറ് പറഞ്ഞത് നന്നായി എന്നാണ്. അത് കേട്ട് എനിക്ക് ഭയങ്കര ആശ്വാസമായി, ഭയങ്കര സന്തോഷവും ചിരിച്ചു. കാരണം അദ്ദേഹം അത് പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ സപ്പോർട്ട് എനിക്കുണ്ടെന്നാണല്ലോ. ഈ മുഖ്യമന്ത്രി വളരെ തമാശയായിട്ട് സംസാരിക്കുന്നതാണ്. വേദിയിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ താഴെ ഇരിക്കുകയാണ്, അദ്ദേഹം സദസ്സിലിരുന്ന് പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ പറയും നിങ്ങളുടെ SP സന്ധ്യ എന്ന് പറയും. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ പറയും സന്ധ്യയല്ല ശ്രീലേഖയാണ്, ഓ സുകുമാരി എന്ന് പറയും. അപ്പോൾ അത് മനഃപൂർവ്വം അദ്ദേഹം പറയുകയാണ്, പേരറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല, അദ്ദേഹം ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാണ്. പക്ഷെ അതിനോടൊപ്പം ഒരു നല്ല ഹൃദയത്തിൻ്റെ ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു. എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവത്തോട് അനുബന്ധിച്ച് ഞാൻ അനുഭവിച്ച ടെൻഷനും സമ്മർദ്ദങ്ങളും അതിനൊക്കെ ഒരു പെട്ടെന്ന് ടപ്പെന്ന് ബലൂണിൽ നിന്ന് കാറ്റ് പോകുന്നത് പോലെയുള്ള ഒരു ആശ്വാസം കിട്ടിയത് അദ്ദേഹം എന്നോട് മിടുക്കി എന്ന് പറഞ്ഞ ആ വാക്കിലൂടെയായിരുന്നു. സസ്നേഹം, ശ്രീലേഖ.